ഇനി ഞാൻ തയ്യാറാക്കുന്നത് ചുമയ്ക്കും കഫക്കെട്ടിനൊക്കെയുള്ള ഒരു ലേഹ്യമാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചുമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആടലോടകം കൊണ്ട് തയ്യാറാക്കിയ ഒരു പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ട് വെച്ചിങ്ങനെ അത് കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ലേഹ്യമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായി കാണുന്നവരാണ് വെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമ്മൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് തിപ്പല്ലി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. തിപ്പല്ലി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലുണ്ടാവുമോ? അപ്പോൾ അറിയാത്തവരാണ് അത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായത് ഞാൻ കറക്റ്റ് കാട്ടിത്തരാം. ഇത് കണ്ടില്ലേ, ഇത് ഒരുവിധം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് നന്നായി മൂത്ത് വന്നിട്ടുള്ള തിപ്പല്ലിയാണിത്. ഇത് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് ഞാൻ ആ ചുക്ക് കാപ്പിയുടെ ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ ആയാലും നമുക്ക് കിട്ടും. പക്ഷേ ഇതുപോലെയുള്ള ഒരു തരം വള്ളി പോലെയുള്ള ചെടിയാണിത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഇതില്ലേ കറക്റ്റ് അതിൻ്റെ ഇല ഇതൊക്കെ. ഇതാണ് തിപ്പല്ലി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് എല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതാണ് ഞാനത് കാണിച്ചു തന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ 10-11 തിപ്പല്ലി പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന മരുന്നിലേക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഉണക്കയാണെന്ന് വെച്ചെങ്കിലും നമ്മൾ അത്ര തന്നെ ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഈ തിപ്പല്ലി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് ഉണങ്ങിയത് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പനിക്കൂർക്ക നോക്കാം. അതായത് കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നതാണ്. ഇപ്പോൾ കുട്ടികളുള്ള വീട്ടുകളിലാണെന്ന് വെച്ചെങ്കിൽ മാക്സിമം അത് ഉണ്ടായാൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് പനിക്കൂർക്ക പൊട്ടിക്കാം. അപ്പോൾ ഇതാണ് പനിക്കൂർക്ക എന്ന് പറയുന്നത്. ഇതും ഏകദേശം ഒരു വള്ളി പോലെ തന്നെയാണ്, ഇങ്ങനെ പടർന്ന് ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ ഒരു തണ്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടായിക്കോളും. അപ്പോൾ കുട്ടികളുള്ള വീട്ടിലാണെന്ന് വെച്ചെങ്കിൽ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ജസ്റ്റൊക്കെ ഒന്ന് ചെറിയൊരു ജലദോഷം എന്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് മറ്റുള്ള ഇത് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത് ഒരു 10-20 എണ്ണം നമുക്ക് വേണം. അപ്പോൾ നമുക്ക് 20 എണ്ണം അത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ നമ്മുടെ പനിക്കൂർക്ക 20 എണ്ണം നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് തുളസിയാണ്. അപ്പോൾ തുളസി എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ നല്ല ഡാർക്ക് കളറിലുള്ള ഇലയുള്ള തുളസി ഉണ്ടായിരിക്കില്ലേ, തണ്ട് ഇങ്ങനെ ഒരു റെഡ് കളറായിട്ടുള്ളത്, അതായിരിക്കും കുറച്ച് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ പല കളർ ഉള്ള തുളസി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പല കളറിലുള്ളതുണ്ട്. ലൈറ്റ് പച്ച നിറത്തിലുള്ളതുണ്ട്. അതിപ്പോൾ ഒന്നും കിട്ടിയില്ല വെച്ചെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കൂടുതൽ നല്ലത് ഇതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എത്ര അളവെന്ന് വെച്ചെങ്കിൽ ഒരു കൈപ്പിടി നന്നായി അമർത്തി പിടിച്ചിട്ടുള്ള ഒരു പിടി തുളസിയാണ് ആവശ്യം. അപ്പം എന്താ അങ്ങനെ ഒരു കണക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കത് കളക്ട് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ അമർത്തി പിടിച്ചിട്ട് ഒരു പിടി തുളസി. അപ്പോൾ നമ്മൾ തുളസി എടുത്തു കഴിഞ്ഞു. പിന്നെയുള്ളത് നാടൻ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അത് നാടൻ ഇഞ്ചി തന്നെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇല്ല വെച്ചെങ്കിൽ നിങ്ങൾ മറ്റേ തന്നെ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു 10-25 ഗ്രാം ആണ് കണക്ക്. കാരണം ഒരുപാട് എരിവായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പിന്നെ ഇഞ്ചി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇഞ്ചിയുടെ ഊറൽ നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ ഇഞ്ചി സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ട് അത് കുറച്ച് നേരം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. എന്നിട്ട് അതിൻ്റെ ഊറലടിയിൽ ആ ഊറൽ മാറ്റിയതിന് ശേഷം അതിൻ്റെ തെളി മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ, അതിൻ്റെ ഊറൽ എടുക്കാൻ പാടില്ല. പിന്നെയുള്ളത് ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അവസാനം ഒരു ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ബാക്കിയുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗ്രാമ്പൂ, ഇപ്പോൾ ഏകദേശം ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്. അപ്പോൾ കുരുമുളകും അതുപോലെ തന്നെ അധികമായി പോകരുത്. കാരണം അത് അധികമായാലും അത്ര നല്ലതൊന്നും അല്ല. അപ്പോൾ അത് കാരണം തന്നെ 1 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു കഷ്ണം ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം പട്ട. ഇപ്പോൾ പൊടിയാണ് വെച്ചെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇത് ഒറ്റയ്ക്കായിട്ട് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ചുക്ക് ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക, എന്നാലേ അത് പൊടിയാൻ എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി അരച്ചെടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന
തുളസിയും പനിക്കൂർക്കയും അതുപോലെ തിപ്പല്ലി ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ നന്നായി ഒന്ന് കഴുകിയിട്ട് ഇതിൻ്റെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിവിടെ കരിപ്പെട്ടി ശർക്കര നമ്മൾ മറ്റേ ലേഹ്യം ഉണ്ടാക്കിയ പോലെ തന്നെ കരിപ്പെട്ടി ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിത് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തുണ്ടായി, ഇത് പൊടി പതഞ്ജലിയുടെ ആണെന്ന് പറഞ്ഞു ഞാൻ, ശർക്കരപ്പൊടി. അപ്പോൾ അതിനകത്ത് അഴുക്കൊന്നുമില്ല, അപ്പോൾ ഡയറക്റ്റ് നമുക്കിത് ചേർക്കാവുന്നതാണ്. ഞാൻ ഇതിലൊരു 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് തന്നെയായിരിക്കും നമുക്ക് കൂടുതൽ നല്ലത്. ഇനി നിങ്ങൾക്ക് കരിപ്പെട്ടി ശർക്കര കിട്ടിയില്ല എന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ പനക്കൽക്കണ്ടം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് കൂടുതൽ കൽക്കണ്ടം, ചുമ അങ്ങനെയുള്ളതിനൊക്കെ കൽക്കണ്ടം നല്ലതാണ്. അപ്പോൾ പനക്കൽക്കണ്ടാണ് വെച്ചെങ്കിൽ കൂടുതൽ നന്നാവുക. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റേ കൽക്കണ്ടം ഉപയോഗിച്ചാലും മതി. അപ്പോൾ പനക്കൽക്കണ്ടാണെങ്കിൽ ഒരു 100 ഗ്രാം എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിതൊരു 5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മധുരം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. അപ്പോൾ നമ്മളതെല്ലാം പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ആ ചെറിയ തരികളുണ്ട് വെച്ചെങ്കിൽ നമുക്ക് ആ ലേഹ്യം കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് സുഖം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് കാരണം തന്നെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഇഞ്ചിയെല്ലാം ഒരുവിധം തൊലി കളഞ്ഞവരൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതിയാവും. മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ ആക്കി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഉരുള് വരും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ഇഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി അരച്ചെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് വെച്ചെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മളിത് എന്തായാലും വെള്ളമൊക്കെ വറ്റിച്ചെടുക്കേണ്ടതാണ്. അതിന് ശേഷം നമുക്ക് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ മാക്സിമം നീര് നമ്മൾ പിഴിഞ്ഞെടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആക്കിയാലും കുഴപ്പമില്ല. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇത് അടുത്തത് നമുക്ക് നമ്മുടെ ഇലകളെല്ലാം അരച്ച് ഇതുപോലെ തന്നെ അരിപ്പയിലിട്ട് അരിച്ച് ഊറ്റിയെടുക്കാം. അപ്പോൾ മാക്സിമം വെള്ളം ഒഴിച്ചിട്ട് അതിലത്തെ എല്ലാ ഇത് കിട്ടുന്ന രീതിയിൽ നമ്മൾ പിഴിഞ്ഞെടുക്കണം. കാരണം നമ്മളിത് എന്തായാലും വറ്റിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് ഇതാക്കണ്ട. നമ്മൾ വറ്റിച്ചെടുക്കുന്ന സമയത്ത് കഷ്ടപ്പെടും. അപ്പോൾ ഏകദേശം കുറച്ച് അത്യാവശ്യം നമുക്കിത് അരിഞ്ഞ് കിട്ടാനും ഇതിലത്തെ നീര് കിട്ടാനും പാകത്തിനുള്ള വെള്ളം മാത്രം എടുത്താൽ മതിയാവും. ഇനി അടുത്തായിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഇഞ്ചി ഊറി വരുന്നുണ്ടായിരിക്കും, ഇഞ്ചി നീര് ഊറി വരുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതും അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നീര് മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വെള്ളം ഇപ്പോൾ അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല. ഏകദേശം ഇപ്പോൾ 1.5 ഗ്ലാസ് അല്ലെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനി തയ്യാറാക്കാവുന്ന പാത്രത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ ലേഹ്യം ഉണ്ടാക്കിയപ്പോഴും എല്ലാത്തിലും ഒക്കെ ഞാൻ ഈ ഉരുളി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം ഞാനിതിനകത്താണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എന്തിനാണെന്ന് വെച്ചെങ്കിൽ തയ്യാറാക്കുക. മാക്സിമം മരുന്നുകളും അതുപോലെയുള്ള ലേഹ്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് വിറകടുപ്പിലായിരിക്കും നന്നായിരിക്കുക. അപ്പം ഞാൻ എന്തായാലും വിറകടുപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നീരൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടികളും മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ ശർക്കര, കരിപ്പെട്ടി ചക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം മധുരം നോക്കിയിട്ട് നമുക്ക് പൊടിയായ കാരണം ഏത് ടൈമിൽ നമുക്കത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലെ നാരങ്ങ നീര് നമ്മൾ ലാസ്റ്റാണ് ചേർക്കുള്ളൂ. ഇനി അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി നീര്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഉരുള് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം പതുക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, വെളുത്തിട്ടൊരു പോർഷൻ ഇതാണ് അതിൻ്റെ ഊറല്. ഈ ഊറല് നമ്മുടെ വയറിനകത്ത് ചെല്ലുന്നത് നന്നല്ല. അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരുപാട് ചെറിയൊരു ദഹനക്കേട് വന്നാൽ തന്നെ നമ്മൾ ഇഞ്ചിയാണ് ഉപയോഗിക്കുക. അപ്പോൾ പക്ഷെ അറിയാത്തൊരു കാര്യമുണ്ട്, ഈ ഇഞ്ചിയുടെ ഈ ഊറല് നമ്മൾ ഒരിക്കലും നമ്മുടെ വയറിനകത്ത് ചെല്ലാൻ പാടില്ല. മാക്സിമം അപ്പോൾ ഇഞ്ചി നീര് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഊറല് കിട്ടുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ഇത് നമുക്ക് നന്നായി ഇളക്കി വറ്റിച്ചെടുക്കുക. ഇനി ഇത് വറ്റിച്ചെടുക്കുക എന്നുള്ള ഒരു ഭാഗമാണുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുപ്പിലെ ഭാഗത്തായ കാരണം പുക നന്നായിട്ട് അടിക്കും. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഞ്ചിയുടെ അളവ് ഞാൻ പറഞ്ഞില്ല എന്നൊരു സംശയമുണ്ട്. ഒരു 25-30 ഗ്രാമോളം ഇഞ്ചി കേട്ടോ വെയിറ്റ് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ. അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി അതാണ് വേണ്ടത്. ഇനി നന്നായി ഒന്ന് കുറുകി വരട്ടെ. നമ്മൾ ഒരുവിധം ഈ ഒരു പരുവത്തിൽ കുറുകി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മളുണ്ടാക്കിയ ആ ഒരു അളവിൽ അത്ര അധികമൊന്നുമില്ല. കാരണം പിന്നെ നമ്മൾ ഒരുപാട് അധികമായിട്ട് തയ്യാറാക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് തയ്യാറാക്കുന്നതാകും കൂടുതൽ നന്നാവുക. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായി വന്നിട്ടുണ്ട്. ഇതിലെ മാക്സിമം വെള്ളം
പോയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേടാവും. ഇതിപ്പോൾ ഒരാഴ്ച വരെയൊക്കെ എന്തായാലും ഇരിക്കും, അതിനുള്ളതിന് ഇതുള്ളൂ. പിന്നെ ഡെയിലി നമ്മൾ ഒരു 3 നേരം വെച്ചിട്ട് ഓരോ ടീസ്പൂൺ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ചുമ, തുമ്മൽ, കഫക്കെട്ട് ഇതെല്ലാം മാറി കിട്ടും. അപ്പോൾ ഇത് ഒരുവിധമായി വരുന്നുള്ളൂ. ഒന്നും കൂടിയും ഇതിൻ്റെ ആ ഒരു പോള വരുന്നത് നിൽക്കണം, അപ്പോഴാണ് അതിലെ വെള്ളം കറക്റ്റായിട്ട് ഇതായി പോവുക. പിന്നെ ലേഹ്യത്തിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് തയ്യാറാക്കിയ പോലെ ഒരുപാട് കട്ടയാക്കി എടുക്കൊന്നും വേണ്ട. ഇന്നത്തെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ എരിവ് അത്ര എരിവൊന്നുമില്ല, പാകമാണ്. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒന്നും കൂടി ഇതൊന്നായി വന്നോട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു പരിവം ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കണ്ടില്ലേ, ഇപ്പം ഞാൻ തീയൊക്കെ നന്നായി ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നു. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്, ഇങ്ങനെ വീഴുന്ന ഒരു പരുവ കേട്ടോ. പിന്നെ നമ്മളിത് എപ്പോഴും ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാവുമ്പോഴും എടുത്തു വെക്കുന്ന പാത്രത്തിലും വെള്ളം പാടില്ല. അതുപോലെ എടുക്കുന്ന ടൈമിലും സ്പൂണുകളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ചേർക്കാത്ത കാരണമാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്. ഇതിനകത്ത് പൂപ്പലോ എന്തെങ്കിലും വന്നിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അപ്പോൾ അത് കാരണമാണ് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ഫ്രിഡ്ജിനകത്തൊന്നും അത് ഞാൻ പറയില്ല, ഒരാഴ്ച വരെ തീർച്ചയായിട്ടും ഇരിക്കും. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഉണ്ട്, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഞാൻ ഉള്ളിലാണ് മാക്സിമം മരുന്നുകൾ ചെയ്യാറ്, അത് കാരണമാണ് ഇതിനകത്ത് എടുത്തത് കേട്ടോ. മാക്സിമം ഇതൊക്കെ നമ്മൾ കുറച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നന്നായിരിക്കാം. വീണ്ടും ആവശ്യം വരുമ്പോൾ നമുക്ക് വീണ്ടും എടുക്കാം. നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ചെയ്ത് ഇതുപോലെ ആക്കാൻ അധികം ടൈമൊന്നും വേണ്ട. മാക്സിമം ഒരു അരമണിക്കൂർ ഇത്രയേ വേണ്ടൂ. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് കുറച്ചായിട്ട് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. ഇതൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിക്കാം. നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരും കഫക്കെട്ടിനൊക്കെ നല്ല ഒന്നാണ്. അപ്പോൾ നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇനി നാരങ്ങ നീര് ചേർത്തിട്ട് നമ്മൾ പിന്നെ ഉള്ളിൽ വെക്കുന്നത് അത്ര നന്നല്ല. അപ്പോൾ അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ചേർത്ത് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്കിത് ഉപയോഗിക്കേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.